മലയാളം കണ്ട ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായ ജോൺസന്റെ പശ്ചാത്തല സംഗീതത്തിലെ സംഭാവനകളെ നമുക്കൊന്നുകൂടി അടുത്തറിയാം. ജോൺസേട്ടൻ സ്റ്റാർട്ട് ചെയ്തത് റീ റെക്കോർഡിങ് ചെയ്തുകൊണ്ടാണെന്നാണ് കേട്ടിരിക്കുന്നത്. അതെ, നമ്മൾ ഇപ്പോൾ ഫെസിലിറ്റീസ് കൂടുതലായപ്പോഴാണ് ഈ പ്രോഗ്രാമിംഗ് ഒക്കെ വന്നത്. മുമ്പ് നമ്മളൊരു ലൈവായിട്ട് ഇപ്പോൾ 50-60 പീസോ ഓർക്കസ്ട്ര ലൈവായിട്ട് സ്റ്റുഡിയോയിൽ തന്നെ കമ്പോസ് ചെയ്ത് അപ്പം തന്നെ പ്ലേ ചെയ്ത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഒരു ഇന്നവിറ്റബിളായിട്ടുള്ളൊരു ഒരു എലമെൻ്റ് അതിനകത്ത് ഉള്ളത് നമുക്കൊരു മ്യൂസിക് കണ്ടക്ടറാണ്. ആദ്യം ഇത് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക് ബാലൻസിങ് എന്ന് പറഞ്ഞൊരു പരിപാടി, ഒരു പ്രക്രിയ, അത് നമുക്ക് എൻജിനീയറെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. പിന്നീട് ഒരു ഏബിൾ കണ്ടക്ടർ, മ്യൂസിക് കണ്ടക്ടർ വന്നപ്പോൾ ഞാനല്ല വേറെ ആരെങ്കിലും മ്യൂസിക് ഡയറക്ടർ വിൽ ബി ഇൻ ദ മിക്സർ. ബാക്കി മ്യൂസിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ഈ മ്യൂസിക് കണ്ടക്ടറുടെ കയ്യിലാണ്. മിനിമം ഒരു 4 ട്രാക്കെങ്കിലും അയാളുടെ ബ്രെയിൻ വേണം. അതായത് ഒന്ന് കമ്പോസ് ചെയ്ത മ്യൂസിക്, 2 നമ്മൾ ചില ഡയലോഗ് സിംഗ്, ഇത്രയാൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ്. 3 അതിൽ തന്നെ എങ്ങനെ ഇമോഷണലി ഈ മ്യൂസിക് കൊണ്ടുപോകണം എന്നുള്ളത്. 4 പ്ലേസ്മെൻറ്റ് ഓഫ് ദ മ്യൂസിഷ്യൻസ്. അങ്ങനെ മിനിമം ഒരു 4 ട്രാക്ക് ഈ മ്യൂസിക് കണ്ടക്ടർ എന്ന് പറഞ്ഞ ആളുടെ അത്ര ഏബിളായിരിക്കണം എന്നർത്ഥം. ചേട്ടേ ഓൾഡ് ഫിലിമില്ല, അത് പിന്നെ ഇത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് തരാം. കൂടെ ഇവിടെ എന്നൊരു പടം ചെയ്യുമ്പോൾ നേരെ പോയി നിങ്ങൾക്ക് വെസ്റ്റേൺ ഒരു ഓറിയൻ്റൽ മ്യൂസിക്, അതും പോപ്പൊന്നുമല്ല, ഒരു ക്ലാസിക്കൽ, അതിൽ തന്നെ ഞങ്ങൾ നമ്മൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഒരു ക്ലാസിക്കൽ ബേസ്ഡാണ് അത്. നമ്മൾ ജാസോ അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൻ്റെ സ്റ്റൈലിലെ റോക്കോ അതിലേക്ക് പോയിട്ടില്ല. യൂറോപ്യൻ ക്ലാസിക്കൽ മ്യൂസിക് അമേരിക്ക വന്നപ്പോഴാണ് ഈ റോക്കും ഇതൊക്കെ വരണേ. അപ്പോൾ ആ ഒരു ചാനലിലാണ് അത് പോയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ്. ജോൺസനുമായിട്ടുള്ള എൻ്റെ പരിചയം തുടങ്ങുന്നതിന് ഒരു 25 വർഷം പുറകോട്ട് പോകണം. കാരണം എൻ്റെ ആദ്യത്തെ ചിത്രം, സിനിമ ജോൺസൻ്റെ ഒപ്പമാണ്. എൻ്റെ ആദ്യത്തെ മ്യൂസിക് ഡയറക്ടർ ജോൺസനാണ്. എറണാകുളത്ത് രാജൻ പ്രകാശ് മൂട്ടോണിൻ്റെ ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഉപഹാരം എന്നുള്ള സിനിമയായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. ഉപഹാരത്തിൻ്റെ കമ്പോസിങ്ങിനും ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം കൂടെവിടെ നിന്ന് പറയുന്ന അതിനു മുൻപ് സൂപ്പർ ഹിറ്റായിട്ട് മാറിയ പത്മരാജൻ ഡയറക്റ്റ് ചെയ്ത കൂടെവിടെ എന്നുള്ള ചിത്രത്തിലെ ഒരു റീ റെക്കോർഡിംഗ് ബിറ്റായിരുന്നു എനിക്ക് ആദ്യമായിട്ട് പാട്ടെഴുതാൻ കിട്ടുന്ന ഈണം. ആ പിയാനോയുടെ വളരെ ഏക ശബ്ദത്തിൽ വരുന്ന തം തം തരം, ഇത്രയുള്ളൂ സ്പേസ്. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ, അതേപോലെയുള്ള ഒരു ശബ്ദത്തിൽ നിൽക്കുന്ന വാക്കുകൾ വളരെ കുറവുണ്ടെന്ന് നമുക്കറിയാം. ആ ശബ്ദത്തിൽ വേണം പാട്ടുണ്ടാക്കാൻ. ആ പാട്ടിന് എന്തെങ്കിലും ഒരു അർത്ഥവും വേണം. എഴുതിക്കഴിഞ്ഞ ഉള്ള അനുഭവമായിരുന്നു അതിനേക്കാൾ രസകരമായിട്ടുള്ളത്. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് എഴുതാവുന്നതിൻ്റെ ലിമിറ്റേഷനിൽ നിന്ന് എഴുതി. അന്ന് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ശാസ്ത്രമംഗലത്തിൻ്റെ തെറി, ബാക്കി ആൾക്കാർ നീ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലായിരുന്നു ആളുകൾ മുഴുവൻ എടുത്തിരുന്നത്. അന്ന് ഞാൻ വിചാരിച്ചു ഇനി പാട്ടെഴുതില്ല. പക്ഷേ ആ പാട്ട് അന്ന് കുറേയെല്ലാം ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്തു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ടെഴുത്തുകാരൻ എന്നുള്ളതിൽ തുടക്കം കുറിച്ചു എന്നല്ലാതെ എൻ്റെ ഒരു പിന്നീട് ഞാൻ രൂപപ്പെടുത്തിയ ഒരു സ്റ്റൈലൊന്നും ആ പാട്ടിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ജോൺസണായിട്ട് പല ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും
ആദ്യത്തെ പാട്ട് എന്നുള്ളതിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ട് കൂടിയാണ് പൊന്മേഘമോ പ്രേമ സന്ദേശം കാവ്യമോ എന്ന് പറയുന്ന ആ പാട്ട്. പിന്നീട് വന്ന ഒരു സെറ്റ് ഓഫ് പടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പശ്ചാത്തല സംഗീതം ഉണ്ടായിരുന്നായിരുന്നു താളവട്ടം. അതെ അതെ അതെ. ഇയാൾ വന്ന് ഈ പില്ലോ എടുത്തിട്ട് ഈ മുഖത്തേക്ക് അമർത്തുന്നതോട് പിന്നെ അവിടെ മ്യൂസിക് നിർത്തി നമ്മൾ. പിന്നെ ആകെ നമ്മൾ കേൾക്കുന്നത് എക്സാച്ചറേറ്റഡ് ആയിട്ടുള്ള നെടുപടി പല്ലിങ്ങനെ കടിക്കില്ല, ആ സൗണ്ട് എക്സാജറേറ്റ് ചെയ്തിട്ട് പിന്നെ ചെറിയൊരു ഗ്യാസ്പിങ്ങും, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പിന്നെ അത് മരിച്ച് വീണു എന്നുള്ള തല ഇങ്ങനെ വീഴുമല്ലോ ഡെഡായിട്ട്. അവിടെ നിന്ന് ഇയാൾക്കും ഈ കുട്ടി കഥാപാത്രത്തിനുള്ള ഒരു ചെറിയ തീം അല്ല വലുതായിട്ട് ഇല്ല, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോർഷൻ മ്യൂസിക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പ്രിയന് പേടിയായിരുന്നു, ഒരാളനങ്ങിയില്ലത്. അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു. തൂവാനത്തുമ്പികൾ എന്ന സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട്. ആ പാട്ട് സൂപ്പർ ഹിറ്റാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതിനകത്ത് ക്ലാര വരുമ്പോൾ ഉള്ളൊരു തീം മ്യൂസിക്കാണ്. അത് ജോൺ സേട്ടനാണ് ചെയ്തിരിക്കുന്നത്. ക്ലാര കടന്നു വരുമ്പോൾ, ക്ലാരയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ, ക്ലാര എഴുതിയ കത്ത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ലാരയ്ക്ക് എഴുതുമ്പോൾ, ക്ലാരയുമായി ബന്ധപ്പെട്ട മഴ പെയ്യുമ്പോൾ ഒക്കെ ക്ലാരയെ ഓർമ്മിപ്പിക്കുന്ന ആ മനോഹരമായ പശ്ചാത്തല സംഗീതം സിനിമയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ചിത്രത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു തീം നോട്ടുണ്ട്. ജയകൃഷ്ണനും രാധയും തമ്മിലുള്ള ബന്ധം അണ്ടർലൈൻ ചെയ്യാൻ ജോൺസൺ ഉപയോഗിച്ച ഒരു പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ തീം നോട്ട്. തൂവാനത്തുമ്പികളിലാണ് രണ്ട് തരത്തിലുള്ള തീമുകൾ അതെ 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 വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഒരു തറവാടും കാര്യമൊക്കെ ആയിട്ടുള്ള അവിടുത്തെ ഒരു കുട്ടി, മറ്റത് ഇത്തിരി ഒരു ഇറോട്ടിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും. ഇതിന് രണ്ടിനും ഒരിക്കലും മുട്ടിക്കാൻ നോക്കിയാൽ നമ്മൾ പൊളിയും. ഇത് രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഒരു സീക്വൻസ് ഉണ്ട് ക്ലൈമാക്സിൽ. അപ്പോൾ ബുദ്ധിപൂർവമായിട്ട് നമ്മൾ ഇൻ ബിറ്റ്വീനുള്ള എഫക്റ്റ് സൗണ്ട് ബ്രിഡ്ജ് ആക്കിയിരിക്കും. ഭരതനമ്മയും പത്മരാജൻ ഇവർ രണ്ടുപേരും സംഗീതത്തിൽ സ്വന്തമായ ജ്ഞാനവും ഒരു പിൻബലവും ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവരോടൊപ്പം ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ജോൺസൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതൽ സംഗീതത്തിൻ്റെ വ്യാപ്തിപ്രാപ്തികളെ വികസിപ്പിച്ചും വിന്യസിപ്പിച്ചും പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നു. അവരുമായിട്ടുള്ള ഇടപഴകലാണ് ജോൺസൻ്റെ ഏറ്റവും നല്ല പാട്ടുകൾ ഒരു കാലഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഹരിപ്പാട്ട് ശ്രീകുമാരൻ തമ്പിയും പത്മരാജനും ഒരുമിച്ച് ഒരുപാട് സംഗീത പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. അവരൊരുമിച്ച് നാടകങ്ങൾക്ക് സംഗീതം പകർന്നിട്ടുണ്ട്. അപ്പോൾ സംഗീതത്തിൽ വേണ്ടത്ര ശിക്ഷണവും ചിട്ടയുമായിട്ട് തന്നെയാണ് പത്മരാജൻ സിനിമയുടെ തട്ടകത്തിലേക്ക് വരുന്നത്. ഭരതൻ സംഗീതം പഠിച്ചിട്ടുണ്ട്. മുത്തശ്ശി പഠിപ്പിച്ചു തന്ന പാട്ടുകൾക്കൊപ്പം തന്നെ ഈ കലാമണ്ഡലത്തിലെ ചേങ്ങില കിലുക്കം കേട്ടിട്ടാണ് അതിൻ്റെ തുടിതാളത്തിലാണ് അദ്ദേഹം ബാല്യകൗമാരങ്ങൾ താണ്ടിയത്. ഇന്ത്യൻ ഇൻസ്ട്രുമെൻസ് കൊണ്ട് മാത്രം നമ്മുടെ സിനിമാ സംഗീതം ഒതുങ്ങുന്നില്ല അല്ലേ? പല സബ്ജക്റ്റും നമ്മൾ എത്ര മോഡേൺ സബ്ജക്റ്റും എത്ര ഫൈറ്റിംഗ് പിക്ചർ വരും, എത്രയും സസ്പെൻസ് പടങ്ങൾ വരുന്നു.